Good morning all. We are going to talk about the members of stock exchange in today's class. We will see who all are the members in stock exchange and who all are the non-members acting for members in a stock exchange. So the first member of a stock exchange or the first broker is commission broker. So before trying to understand what is a commission broker, let's talk about who is a broker. A broker is an intermediary, or a broker can be called as a trading member of a stock exchange. So what exactly does the broker do? He buys and sells securities on behalf of a particular client. Okay, so commission broker is a broker, or is also an intermediary who act on behalf of the client, or we can say the commission broker acts as an agent for the clients. Clients refers to the investors, be it the institutions or individuals. Client refers to the investors. So investors-ന് വേണ്ടി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് കമ്മീഷൻ ബ്രോക്കേഴ്സ്. അത് ബ്രോക്കേഴ്സിലെ ഒരു കാറ്റഗറിയാണ് കമ്മീഷൻ ബ്രോക്കർ എന്ന് പറയുക. സോ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ആക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വാട്ട് ഡു ദേ ഡു? ദേ ബൈ സെക്യൂരിറ്റീസ് ആൻഡ് ദേ സെൽ സെക്യൂരിറ്റീസ് ആസ് പെർ the recommendations or instructions of the clients. So അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ they help the clients to trade in the stock exchange through them. ഓക്കെ, സോ അവരിലൂടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് കമ്മീഷൻ ബ്രോക്കേഴ്സ് ചെയ്യുക. സോ അവർക്ക് നാച്ചുറലി എന്തെങ്കിലും ഒരു റിട്ടേൺ കിട്ടണം അല്ലേ? അവർ ഈ ചെയ്തു കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്റിംഗ് റോളിന് ദേ ഗെറ്റ് എ റെമ്യൂണറേഷൻ, ആൻഡ് ദാറ്റ് റെമ്യൂണറേഷൻ ഈസ് നോൺ ആസ് ദ ബ്രോക്കറേജ്. Okay, so brokerage എന്ന് പറയുന്നത്, as far as a commission broker is concerned, brokerage is their income. Commission or brokerage is their income, and they get this income as a percentage of the total share prices traded through them. അവർക്ക് എന്തുമാത്രം ഷെയർ പ്രൈസിലാണോ, അവരുടെ ഒരു ടോട്ടൽ പ്രൈസ് ഓഫ് ഷെയർസിലാണോ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് വരിക, അതിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആണ് അവർക്ക് ബ്രോക്കറേജ് ആയിട്ട് കമ്മീഷനായിട്ട് കിട്ടുക. So that's all regarding commission broker. The next category of brokers is floor brokers. Floor brokers are actually a subdivision, or what can we say? They are agents of main brokers, the brokers which we have just seen. When a main broker has got many clients to engage, or when he has to look at the trading activities of many clients, he may entrust a portion of his work to another group of brokers who are called sub-brokers or floor brokers. Okay, so naturally they will be appointed by the brokers. As we have seen, they are also known as the trading members. So the trading members or brokers appoint floor brokers to work for them. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലോർ ബ്രോക്കേഴ്സിനെ എന്തെന്ന് വിളിക്കുക? ഫ്ലോർ ബ്രോക്കേഴ്സിനെ നമുക്ക് മെയിൻ ബ്രോക്കേഴ്സിൻ്റെ ഒരു ഏജൻസ് എന്നോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസ് എന്നോ ഒക്കെ വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേ ഹാവ് ടു ഫങ്ഷൻ ഫോർ ദ മെയിൻ ബ്രോക്കേഴ്സ്. ദേ ഹാവ് ടു അസിസ്റ്റ് ദ മെയിൻ ബ്രോക്കേഴ്സ് ബൈ വേ ഓഫ് അസിസ്റ്റിംഗ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ ബൈയിങ് ഓർ സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. മനസ്സിലാകുന്നുണ്ടോ? ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ മെയിൻ ബ്രോക്കറുടെ ജോലി എളുപ്പമാക്കുകയാണ് ഈ പറയുന്ന ഫ്ലോർ ബ്രോക്കേഴ്സ് ചെയ്യുക. സോ അതുകൊണ്ടാണ് അവരെ നമ്മൾ ഇന്റർമീഡിയറീസ് വർക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് മെയിൻ ബ്രോക്കേഴ്സ് ഓർ ട്രേഡിംഗ് മെമ്പേഴ്സ് എന്ന് നമ്മൾ വിളിക്കുക. ഈ സബ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ഫ്ലോർ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നവർ, അവർക്ക് സ്റ്റോക്ക് ബ്രോക്കറുമായിട്ടൊരു അഫിലിയേഷൻ ഉണ്ടാവണം. they have to be affiliated with the stock broker, and they have to be registered with a recognized stock exchange. ഇത് രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് പ്രിൻസിപ്പൽ ബ്രോക്കറിൻ്റെ ഏജൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇവർക്ക് നേരിട്ട് ബിസിനസ്സിൽ ട്രാൻസാക്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതായത് അവർക്ക് നേരിട്ട് ദേ കനോട്ട് ട്രാൻസാക്ട് ഇൻ സെക്യൂരിറ്റീസ് ബൈ ദംസെൽസ്. അവരായിട്ട് തന്നെ സെക്യൂരിറ്റീസിൽ ട്രാൻസാക്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. ആരിലൂടെ സാധിക്കുകയുള്ളൂ? പ്രിൻസിപ്പൽ ബ്രോക്കറിലൂടെ മാത്രമേ ഉള്ളൂ ഈ ഫ്ലോർ ബ്രോക്കേഴ്സിന് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Okay, അത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ആൻഡ് നാച്ചുറലി ദേ ഓൾസോ ഗെറ്റ് എ പോർഷൻ ഓഫ് ദ റെമ്യൂണറേഷൻ വിച്ച് ദ മെയിൻ ബ്രോക്കർ ഓർ പ്രിൻസിപ്പൽ ബ്രോക്കർ റിസീവ്സ്. പ്രിൻസിപ്പൽ ബ്രോക്കറിന് കിട്ടുന്ന റെമ്യൂണറേഷൻ്റെ ഒരു പോർഷൻ ഇവർക്കും കിട്ടുന്നുണ്ട് അല്ലേ? സോ അത് ഇറ്റ് വിൽ ബി ലൈക്ക് എ പെർസെൻറ്റേജ് നോട്ട് എക്സീഡിങ് 40%. മെയിൻ ബ്രോക്കർക്ക് കിട്ടുന്ന കമ്മീഷൻ്റെ അല്ലെങ്കിൽ ബ്രോക്കറേജിൻ്റെ ഒരു 40%-ൽ കൂടാതെയുള്ള ഒരു തുക ആർക്കും കിട്ടുന്നുണ്ട്? ഫ്ലോർ ബ്രോക്കറിന് റെമ്യൂണറേഷനായിട്ട് കിട്ടുന്നുണ്ട്.
So now we will see who a jobber is. Jobbers are also brokers in the stock exchange or members of the stock exchange who are actually independent brokers or who can be called as professionally independent brokers. And അവരുടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ they engage in securities in their own name. അവരുടെ പേരിൽ തന്നെ എന്താ പറയുക സെക്യൂരിറ്റീസിൽ എൻഗേജ് ചെയ്യുന്ന അല്ലെങ്കിൽ they engage or they buy and sell securities in the stock exchange in their own name. Okay, they are not persons who deal on behalf of the പബ്ലിക്കിന് വേണ്ടി ആക്ട് ചെയ്യുന്നവരല്ല അവർ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ആൻഡ് ദാറ്റ്സ് വൈ ദേ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ബ്രോക്കേഴ്സ് ഹു വർക്ക് ആസ് ഹോൾസെയിലേഴ്സ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഈ ഹോൾസെയിലർ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹോൾസെയിലറിന് ഒരു റീറ്റെയിലർ ഉള്ളതുപോലെ തന്നെ ദേ ഓൾസോ ട്രാൻസാക്ട് വിത്ത് അതർ ജോബേഴ്സ് ആൻഡ് ദേ ട്രാൻസാക്ട് വിത്ത് അതർ ബ്രോക്കേഴ്സ്. അതുകൊണ്ടാണ് അവരെയും ഹോൾസെയിലേഴ്സ് എന്ന് നമ്മൾ പറയുക. ഇനി ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ members who quote two prices. One price will be the price at which they are ready to buy securities. And the second price will be the price at which they are ready to sell securities. അങ്ങനെ രണ്ട് പ്രൈസ് അവർ കോട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് അവർക്ക് ഷെയർസ് വാങ്ങാനായിട്ട് താല്പര്യമുള്ള ഒരു പ്രൈസും മറ്റൊന്ന് ഷെയർസ് വിൽക്കാനായിട്ട് താല്പര്യമുള്ള ഒരു പ്രൈസും. സോ ഈ രണ്ട് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ the price at which jobbers are ready to sell and the price at which jobbers are ready to buy, അതിനെയാണ് നമ്മൾ ജോബറിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുക. ഈ ഒരു പ്രോഫിറ്റിന് രണ്ട് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ജോബേഴ്സ് സ്പ്രെഡ്, SPREAD, സ്പ്രെഡ് എന്നും വിളിക്കും. അതുപോലെ തന്നെ ജോബേഴ്സ് ടേൺ, TURN, ജോബേഴ്സ് ടേൺ എന്നും വിളിക്കും. So jobbers are independent brokers who act as wholesalers in the market and who transact with other brokers and jobbers who quote two prices, price at which they are ready to buy and at which they are ready to sell. And the difference between the two prices which they quote is referred to as jobber's turn or jobber's profit or jobber's spread. നെക്സ്റ്റ് ഇസ് ടർവാണി വാലാസ്. അതും അവരെ പറ്റി പറയുകയാണെങ്കിൽ ദേ ആർ ഓൾമോസ്റ്റ് എ ജോബർ ആണെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ദേ ആക്ട് എസ് എ ബ്രോക്കർ ആസ് വെൽ. ഒരു ബ്രോക്കറായിട്ടും ജോബറായിട്ടും ആക്ട് ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ ടർവാണി വാലാസ് എന്ന് പറയുക. സോ അവരാരാണെന്ന് ചോദിച്ചാൽ വി ഹവ് ഓൾറെഡി സീൻ എ ജോബർ ആൻഡ് എ ബ്രോക്കർ. ഹൂ ഈസ് എ ജോബർ ആൻഡ് ഹൂ ഈസ് എ ബ്രോക്കർ? സോ ദേ ആർ ഓൾസോ ട്രേഡിംഗ് മെമ്പേഴ്സ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദേ ആർ ബ്രോക്കേഴ്സ് ഓർ ഡീലേഴ്സ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. And as they are a kind of a jobber, we can say they can deal in their own names. അവരായിട്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താ പറയുക ഫങ്ഷൻ ചെയ്യാനായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നവരാണ്. ആൻഡ് ആസ് ദേ ഓൾസോ ആക്ട് ആസ് എ ബ്രോക്കർ, വി ക്യാൻ സേ ദേ ആക്ട് ആസ് പ്രിൻസിപ്പൽ ഫോർ മെമ്പേഴ്സ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അങ്ങനെയും അവർ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് മെയിൻ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ ബ്രോക്കർ എന്നുള്ള രീതിയിലും അവർ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബേസിക്കലി പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ ടർവാണി വാലാസ് ആർ ഓൾമോസ്റ്റ് എ ജോബർ. ഓക്കെ. The next kind of brokers is arbitrators. Arbitrators എന്നുള്ള വേർഡ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. They are members who make profit from the stock exchange based on the changes in share prices in two different stock exchanges. രണ്ട് വ്യത്യസ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള സെക്യൂരിറ്റീസിൻ്റെ പ്രൈസസിലെ വ്യത്യാസത്തിലൂടെ എന്താ പറയുക പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരെയാണ് നമ്മൾ ആർബിട്രേറ്റേഴ്സ് എന്ന് പറയുക. സോ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ദേ കീപ്പ് എ ക്ലോസ് വാച്ച് ഓൺ ദ ഷെയർ പ്രൈസസ് ഓഫ് ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്. പല സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പല മാർക്കറ്റിലെ ഷെയർ പ്രൈസസിനെ ഇവർ ക്ലോസ്ലി മോണിറ്റർ ചെയ്യും, ക്ലോസ്ലി വാച്ച് ചെയ്യും. എന്നിട്ട് വാട്ട് ഡു? They buy from those markets or those stock exchanges where price is low and sells at that exchange where price is high. Okay, low price ഉള്ളിടത്ത് നിന്ന് വാങ്ങി ഹൈ പ്രൈസ് ഉള്ളിടത്ത് വിൽക്കുകയാണ് ആർബിട്രേജേഴ്സ് ചെയ്യുക. സോ ഇൻ ദാറ്റ് വേ ഇഫ് വി സീ വി ക്യാൻ സേ ദേ എക്സ്പ്ലോയിറ്റ് ദ പ്രൈസ് ഡിഫറൻസസ് ഇൻ ടു ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്. അങ്ങനെ പ്രൈസ് എക്സ്പ്ലോയിറ്റേഷൻ നടത്തി എന്താ പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരാണ് ആർബിട്രേജേഴ്സ്. സോ ഇറ്റ് മേ ബി എ സ്മോൾ ഡിഫറൻസ് ഇൻ പ്രൈസ് ബട്ട് ദേ എൻഗേജ് ഇൻ ലാർജ് വോളിയം ഓഫ് ട്രേഡ്. അങ്ങനെ സ്മോൾ ഡിഫറൻസ് ആണെങ്കിൽ പോലും
ഒരു ലാർജ് വോളിയത്തിൽ ട്രേഡ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരാണ് ആർബിട്രേജേഴ്സ്. ഇപ്പോൾ ഈ ഓൺലൈൻ സിസ്റ്റം ഒക്കെ ഓൺലൈൻ ട്രേഡിംഗ് ആയപ്പോൾ ഇറ്റ്സ് റിയലി ഈസി ഫോർ ദം ആസ് ദേ what do? They engage in simultaneous or parallel buying and selling. വാങ്ങി അപ്പോൾ തന്നെ വിൽക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻട്രാഡേ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളിനി പഠിക്കും. സോ അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇൻസ്റ്റൻ്റ് ആയിട്ടും അല്ലെങ്കിൽ സിമൾട്ടേനിയസ് ആയിട്ടും ഒക്കെ പർച്ചേസ് നടത്തി വിൽപ്പനയെ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക മെമ്പേഴ്സിനെയാണ് വി കോൾ ദം ആർബിട്രേജേഴ്സ്. So the next category is security dealers. Security dealers were actually brokers who were very popular or active participants before 1995. ഒരു 1995 വരെയൊക്കെ വളരെ ആക്റ്റീവ്ലി ഉണ്ടായിരുന്നവരാണ് അവർ. പക്ഷെ അതിനുശേഷം ഈ പറയുന്ന പല റെപ്യൂട്ടഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൈമറി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഡീലേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പ്രൈമറി ഡീലേഴ്സ് ആയിട്ട് എമർജ് ചെയ്തതിന് ശേഷം അവരുടെ സിഗ്നിഫിക്കൻസ് കുറഞ്ഞിട്ടുണ്ട്. സോ ഈ സെക്യൂരിറ്റി ഡീലർ എന്ന് പറയുന്നവർ ദേ യൂസ് ടു എൻഗേജ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. they used to specialize or deal in government securities. അവിടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെയുള്ള സെക്യൂരിറ്റീസിൽ ഡീൽ ചെയ്തിരുന്ന ഇപ്പോൾ അങ്ങനെ എന്താ പറയുക അത്ര എന്താ പറയുക കോമൺ അല്ലാത്ത അല്ലെങ്കിൽ അത്ര പോപ്പുലർ അല്ലാത്ത കൈൻഡ് ഓഫ് ബ്രോക്കേഴ്സാണ് സെക്യൂരിറ്റി ഡീലേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഓഡ് ലോട്ട് ഡീലർ. ഈ ഓഡ് ലോട്ട് ഡീലർ എന്ന് പറഞ്ഞാൽ ഓഡ് ലോട്ട്സിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡീലേഴ്സിനെയാണ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സിനെയാണ് നമ്മൾ ഓഡ് ലോട്ട് ഡീലേഴ്സ് എന്ന് പറയുക. സോ ഹു ഓൾ ആർ ദ ബ്രോക്കേഴ്സ് ഹു എൻഗേജ് ഇൻ ഓഡ് ലോട്ട്? To know that we need to know what is an odd lot, right? So those brokers who specialize in odd lots are known as odd lot dealers. But what is an odd lot? Odd lot എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിലും താഴെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ലോട്ട് എന്ന് നമ്മൾ പറയും. മാർക്കറ്റ് ലോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നോർമലി 100 എന്ന് പറയാം, അല്ലെങ്കിൽ 50 or 100 എന്ന് പറയാം. സോ ഈ മാർക്കറ്റ് ലോട്ടിലും കുറവ് സെക്യൂരിറ്റീസിൽ എൻഗേജ് ചെയ്യുന്ന ഡീലേഴ്സിനെയാണ് നമ്മൾ ഓഡ് ലോട്ട് എന്ന് പറയും. നമ്മൾ ഒരു ഹീസ് എൻ ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറയും അല്ലേ, അതുപോലെ മാർക്കറ്റ് ലോട്ടിലോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിലോ കുറവ് നമ്പർ ഓഫ് ഷെയർസിൽ എൻഗേജ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഓഡ് ലോട്ട് ഡീലർ എന്ന് പറയുക. സോ ഓഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ലോട്ട് ഇല്ല എന്നുള്ളത് ഓർത്താൽ മതി. റൗണ്ട് ലോട്ട് എന്ന് പറഞ്ഞാൽ വൺ വിച്ച് ക്യാൻ ബി, ഇപ്പം ഇഫ് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഈസ് 100, റൗണ്ട് ലോട്ട് ഈസ് ദ നമ്പർ ഓഫ് ഷെയർസ് വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 100. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 100ന്റെ ഗുണിതങ്ങൾ നമ്മൾ പറയും അല്ലേ. സോ 100 കൊണ്ട് മൾട്ടിപ്ലൈയേഴ്സ് എന്ന് പറയുന്ന സംഭവം. സോ 100 ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ ഓഫ് ഷെയർസിലാണ് എൻഗേജ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ഒരു റൗണ്ട് ലോട്ടാന്ന് പറയും, അല്ലെങ്കിൽ അതിനെ ഓഡ് ലോട്ടാന്ന് പറയും. അതുകൊണ്ടാണ് ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ അവിടെ തന്നെ. ഇപ്പോൾ ഒരു 100 ആണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് എങ്കിൽ 85 ഷെയർസ് എന്ന് പറയുന്നത് അവിടെ ഒരു ഓഡ് ലോട്ടാണ്. അതേസമയം 200 ഷെയർസ് എന്ന് പറയുന്നത് അവിടെ ഒരു റൗണ്ട് ലോട്ടാണ്. ഓക്കെ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദ നോൺ മെമ്പേഴ്സ് ആക്ടിങ് ഫോർ മെമ്പേഴ്സ്. അങ്ങനെ 2 കാറ്റഗറിയാണ് നമുക്കുള്ളത്. അതിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് ഓതറൈസ്ഡ് ക്ലർക്സ് ഓർ പേഴ്സൺസ്. ഓക്കെ. സോ ഇവരാരാണെന്ന് ചോദിച്ചാൽ ദേ ആർ പേഴ്സൺസ്. ഇറ്റ് ക്യാൻ ബി ആൻ ഇൻഡിവിജ്വൽ ഓർ എ പാർട്ണർഷിപ്പ് ഫേം ഓർ എ ബോഡി കോർപ്പറേറ്റ് ഹു ആർ അപ്പോയിന്റഡ് ബൈ എ സ്റ്റോക്ക് ബ്രോക്കർ. Okay, so stock broker appoints certain persons who can be considered as authorized clerks or persons, and the stock broker provides them access to the trading platform of a stock exchange to act as an agent for them. ക്ലിയർ ആവുന്നുണ്ടോ? സ്റ്റോക്ക് ബ്രോക്കർ ആണ് അപ്പോയിന്റ് ചെയ്യുക ഓതറൈസ്ഡ് ക്ലർക്സിനെ. സ്റ്റോക്ക് ബ്രോക്കർ എന്തും ചെയ്യും? ദേ പ്രൊവൈഡ് ദം ആക്സസ്, ദേ പ്രൊവൈഡ് ദ ഓതറൈസ്ഡ് ക്ലർക്സ് ആക്സസ് ടു ട്രേഡ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് on behalf of them or as their agents. സോ മെയിൻ ബ്രോക്കറുടെ ഏജൻസ് ആയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആക്ട് ചെയ്യാനായിട്ട് ആക്സസ് കൊടുക്കുകയും അങ്ങനെ അവരെ അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുക. ആ വ്യക്തികളെയാണ് നമ്മൾ ഓതറൈസ്ഡ് ക്ലർക്സ് എന്ന് പറയുക. സോ ഇവരുടെ ഒരു ജോലി എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ റെസ്പോൺസിബിൾ to introduce clients to the brokers. The authorized clerks are responsible to introduce clients to the brokers and enable the clients to access the stock exchange through the broker. ബ്രോക്കറിലൂടെ, ഇതൊന്നും ഇവരിലൂടെയല്ല നടക്കുക, കാരണം ഇവർ നോൺ മെമ്പേഴ്സ് ആണ്. സോ ഇവരെന്താ ചെയ്യുക? ക്ലയൻസിനെ മെയിൻ ബ്രോക്കർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും ആൻഡ് ക്ലയൻസിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോട്ട് ആക്സസ് കൊടുക്കും ത്രൂ ദ മെയിൻ ബ്രോക്കർ. ഓക്കെ. സോ അതുകൊണ്ടാണ്
ഈ ക്ലയൻസും മെയിൻ ബ്രോക്കറും തമ്മിലാണ് റിലേഷൻഷിപ്പ് എല്ലാം വരിക. സോ ദ ഓതറൈസ്ഡ് ക്ലർക്ക് ആൻഡ് ദ ബ്രോക്കർ they share a direct relationship, but the authorized clerk do not have any trading relationship with the client. Trading relationship ഒന്നും ക്ലയൻറ്റുമായിട്ടില്ല. ഓതറൈസ്ഡ് ക്ലർക്കിന് ട്രേഡിംഗ് റിലേഷൻഷിപ്പ് ഉള്ളത് ആരുമായിട്ട് മാത്രമേ ഉള്ളൂ? ബ്രോക്കേഴ്സുമായിട്ട് മാത്രമേ ഉള്ളൂ. ബ്രോക്കേഴ്സ് ഹു അപ്പോയിന്റ് ദം. ഓക്കെ, അപ്പോൾ പിന്നീടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ക്ലയൻസും ബ്രോക്കറും തമ്മിലാണ് നടക്കുക. അതായത് സെക്യൂരിറ്റീസിന്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണെങ്കിലും അതിന്റെ ഡെലിവറി ആണെങ്കിലും ദെൻ പേയ്മെന്റ് അക്കൗണ്ട്സിലേക്ക് പേയ്മെന്റ് ട്രാൻസ്ഫർ നടത്തുന്നതാണെങ്കിലും ഒക്കെ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ ക്ലയൻസ് ആൻഡ് ദ ബ്രോക്കേഴ്സ്. നത്തിങ് ഈസ് ബിറ്റ്വീൻ ദ ഓതറൈസ്ഡ് ക്ലർക്സ് ആൻഡ് ദ ക്ലയൻസ്. അവർ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. എല്ലാം ഡയറക്ട്ലി ക്ലയന്റ് ആൻഡ് ബ്രോക്കർ തമ്മിലാണ് നടത്തുക. പക്ഷേ ഇവരുടെ ഇടയിൽ ഒരു ഇന്റർമീഡിയറി ആയിട്ട് ആര് നിൽക്കുന്നതേ ഉള്ളൂ? ഓതറൈസ്ഡ് ക്ലർക്ക് നിൽക്കുന്നതേ ഉള്ളൂ. ആൻഡ് ഫോർ ദാറ്റ് ദേ ഗെറ്റ് എ റെമ്യൂണറേഷൻ ഫ്രം ദ മെയിൻ ബ്രോക്കർ. So the final category which is a non-member acting for a member, and also the final category of the members or the types of brokers is remisier. So remisier ne namakku they can be called as an agent of a stock broker, or in other words a sub broker. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ they are not members of a stock exchange. നമ്മൾ പറഞ്ഞു നോൺ മെമ്പർ ആക്ടിംഗ് ഫോർ എ മെമ്പർ എന്ന് പറഞ്ഞു. So they are not members of a stock exchange and hence they cannot directly deal in securities. അവർ മെമ്പേഴ്സ് അല്ല, അവർക്ക് directly സെക്യൂരിറ്റീസിൽ ഡീൽ ചെയ്യാനും പറ്റില്ല. But what they do, they help the brokers in getting the business in securities, or they solicit the business in securities for the main broker. മെയിൻ ബ്രോക്കറിന് വേണ്ടി ബിസിനസ് നേടിക്കൊടുക്കുകയാണ് അവർ ചെയ്യുക. ആൻഡ് ദേ ഹെൽപ്പ് ദ ക്ലയൻസ് ടു ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ് only through the stock broker, only through the main broker they help the clients to buy and sell securities, and for that they get a remuneration in the form of commission. അങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നതിന് റെമിസിയർ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നതിന് അവർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അപ്രൂവൽ വേണം, പക്ഷെ സെബിയുടെ അപ്രൂവൽ നിർബന്ധമില്ല. സോ റിമെമ്പർ they are a group of non-members who act for the broker, and that's why they are agents or sub-brokers, agents of brokers, or they are sub-brokers. They act on a commission basis, and they cannot directly deal in securities, but they help the main broker in soliciting the business. They need approval of stock exchange, but they do not need approval of SEBI to act as a remisier.